question. Check whether each of the sequence given below is arithmetic sequence. So arithmetic sequence ആണെങ്കിൽ the common difference ഉണ്ടായിരിക്കണം. Common difference അതായത് കുറക്കുമ്പോൾ സെയിം ഡിഫറൻസ് അല്ലെങ്കിൽ സെയിം നമ്പറോട് തന്നെ ആയിരിക്കണം കൂട്ടി കൂട്ടി പോകേണ്ടത്. ഓക്കെ, അതാണ് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ അല്ലയോ നോക്കാൻ വേണ്ടി നിങ്ങൾ ഫസ്റ്റ് ഡി ഓർക്കണം കേട്ടോ. ഓക്കെ, സോ the natural number leaving remainder 1 or division by 4. So ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് കുറച്ച് നാച്ചുറൽ നമ്പേഴ്സിനെ ആരോ ഡിവൈഡ് ചെയ്യുമ്പം 4നോട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടണം? 1 കിട്ടണം. അങ്ങനെയുള്ള സീക്വൻസ് കണ്ടുപിടിക്കുക. ആ നാച്ചുറൽ നമ്പേഴ്സ് വരുന്ന സീക്വൻസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ സീക്വൻസ് അരിത്തമാറ്റിക് ആണോ അല്ലയോ നോക്കണം. ഓക്കെ, എളുപ്പമല്ലേ? ദാ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് ചെയ്യാം. നാച്ചുറൽ നമ്പേഴ്സ് ഞാൻ 1 എടുത്തു. 1നെ ഞാൻ ആരോ ഡിവൈഡ് ചെയ്യിപ്പിച്ചു? 4നോട് ഡിവൈഡ് ചെയ്തു. 0.028 ആണ്. റിമൈൻഡർ എന്താ കിട്ടിയത്? 2. നമുക്ക് എത്ര റിമൈൻഡർ കിട്ടേണ്ടത്? 1 ആണ് റിമൈൻഡർ കിട്ടേണ്ടത്. 2 റിമൈൻഡർ വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 1 യൂസ് ചെയ്യണ്ട. ഞാൻ 4നെ 2നോട് ഡിവൈഡ് ചെയ്യുന്നു. 0.0520. സോറി, ഇത് എടുക്കാൻ പാടില്ല. സോ ഇനി അടുത്ത് 3നെ 4നോട് ഡിവൈഡ് ചെയ്യുന്നു. നാച്ചുറൽ നമ്പർ ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ. 1 ചെയ്തു, 2 ചെയ്തു, 3നോട് ചെയ്യുമ്പോൾ പോയിന്റ് എത്രയാണ്? ലൈക്ക് 728. ബാലൻസ് എന്ത് കിട്ടി? 2. സോ ഫസ്റ്റത്തെ നമ്പർ ഏതാ നമ്മൾ എടുക്കേണ്ടത് സീക്വൻസിൽ? 3. 2 റിമൈൻഡർ സോറി നമ്മുടെ റിമൈൻഡർ 1 ആണല്ലേ പറഞ്ഞത്? 2 ആണ് റിമൈൻഡർ വന്നത്. ഇത് എടുക്കണ്ട. സോറി കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ആരെടുക്കാൻ പറ്റും? 3 കഴിഞ്ഞാൽ ഇനി 4 ഡിവൈഡഡ് ബൈ 4 എന്താണ്? 1 ആണ്. 4 ടൈംസ് 0, അത് എടുക്കണ്ട. സോ നെക്സ്റ്റ് ആരാണ്? 5. 4നോട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ടൈംസ് 4, റിമൈൻഡർ എന്താണ്? 1 ആണ് വന്നത്. സോ നമ്മൾ റിമൈൻഡർ കിട്ടി, 1 കിട്ടി. സോ ഫസ്റ്റ് ആരാ വരല്? 5. നെക്സ്റ്റ് നമുക്ക് 6 എടുത്തു. 4നോട് ഡിവൈഡ് ചെയ്തു. എത്ര ടൈംസ്? 1 ടൈംസ് 4, 2 വേണ്ട, നമുക്ക് 1 ആണ് വേണ്ടത്. ഇനി 7 എടുത്തു. 4നോട് ഡിവൈഡ് ചെയ്തു. 1 ടൈംസ് 4, ബാലൻസ് ആരാണ്? 3, അതും വേണ്ട. 8 എടുത്തു. 4, 2 ടൈംസ് 8, 0, അതും വേണ്ട. സോറി, നെക്സ്റ്റ് 9, 4, 2 ടൈംസ് 8, ബാലൻസ് ആര് വന്നു? 1 വന്നു. ഓക്കെ, അപ്പോൾ ആരെടുത്തു? 9. സോ നമുക്ക് ശ്രദ്ധിക്കാം അല്ലേ, 0ന് ശേഷം വരുന്ന, അതായത് 4നോട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയ 8ന് ശേഷം വരുന്ന നമ്പേഴ്സ്, അതായത് ഇപ്പം നമ്മൾ 1 4 4, പിന്നെ 2 4 8, 3 4 12, 4 16. സോ 4ന് ശേഷം വരുന്ന നമ്പർ 5 കണ്ടോ? 5ന് റിമൈൻഡർ 1 തരുന്നുണ്ട്. സോ നമുക്ക് അടുത്ത നമ്പർ എന്തായിരിക്കും? 8ന് ശേഷം വരുന്ന 9, 12ന് ശേഷം വരുന്ന 13, 16ന് ശേഷം വരുന്ന 17. സോ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ട്രിക്ക് യൂസ് ചെയ്യാം. അതായത് നമുക്ക് മനസ്സിലായി 8ന് ശേഷം വരുന്ന നമ്പർ 9ലാണ് റിമൈൻഡർ 1 വരുന്നത്. സോ 4ന്റെ പട്ടികയിൽ കാണുന്ന 12ന് ശേഷം വരുന്ന 13ലായിരിക്കും അടുത്ത റിമൈൻഡർ 1 വരാം. അതുപോലെ തന്നെ 4ന്റെ പട്ടികയിൽ കാണുന്ന 16ന് ശേഷമുള്ള 17ലാണ് റിമൈൻഡർ 1 വരാം. ഓക്കെ, നമ്മുടെ നമ്പർ ഇങ്ങനെ പോകും: 5, 9, 13, 17. ഓക്കെ, ഫോർ എക്സാമ്പിൾ 17നെ ഞാൻ 4നോട് ഡിവൈഡ് ചെയ്തു. 4 പ്രാവശ്യം പോകും, 16, ബാലൻസ് എന്ത് വന്നു? 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ നമ്പറും ഡിവൈഡ് ചെയ്ത് നോക്കാം. സോ നമുക്കിനി നോക്കണം, ഇത് അരിത്തമാറ്റിക് ആണോ അല്ലയോ. സീക്വൻസ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ അരിത്തമാറ്റിക് ആണോ അല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 17ന് 13 കുറച്ച് നോക്കി, 4 കിട്ടിയേ. ഇനി 13ന് ഞാൻ 9 കുറയ്ക്കുകയാണ്. സോ 9 കുറക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? 4 കിട്ടി. ഇനി ഞാൻ 9ന് 5 കുറക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? 4 കിട്ടി. കുറച്ച് പോയപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ലൈക്ക് 17ന് 13 കുറച്ചപ്പോൾ 4 കിട്ടി. 13ന് 9 കുറച്ചപ്പോൾ 4 കിട്ടി. 9ന് 5 കുറച്ചപ്പോൾ 4 കിട്ടി. സോ ഇവിടെ കോമൺ ഡിഫറൻസ് ഡി എന്ത് തന്നെ വരുന്നത്? 4. എല്ലാവർക്കും 4 ആണ്. സോ ദ ഡിഫറൻസ് ത്രൂ ഔട്ട് ദ സീക്വൻസ് ഈസ് സെയിം. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? യെസ്, ഇറ്റ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ദ നാച്ചുറൽ നമ്പർ ലീവിങ് റിമൈൻഡർ 1 ബൈ ഡിവിഷൻ ബൈ 4. അങ്ങനെ ചെയ്തിട്ട് കിട്ടുന്ന സീക്വൻസ് എന്താണെന്ന് തന്നെ പറയുന്നത്? ഇറ്റ് ഈസ് എ അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് അവരുടെ ഡിഫറൻസ് സെയിം ആണ്. സോ ഇതെന്താണ്? നമുക്ക് എന്ത് എഴുതാൻ പറ്റും? യെസ്, ഇറ്റ് ഈസ് എ അരിത്തമാറ്റിക് സീക്വൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? അടുത്ത ക്വസ്റ്റ്യനിൽ
നാച്ചുറൽ നമ്പർ ലീവിങ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. നമുക്ക് നോക്കാം. 4 നമ്മൾ ഒന്നിനോ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ ഏതാ കിട്ടേണ്ടത്? 1 or 2. 1 or 2 കിട്ടിയാലും മതി. സമയം നമ്മൾ ഒന്നിനോ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര റിമൈൻഡർ കിട്ടുന്നത്? 2 അല്ലേ? സോ നമുക്ക് 1 എടുക്കാം. നമ്മൾ 2നോ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടുന്നത്? 0 വേണ്ട. ഓക്കെ, 3നോ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടുന്നുണ്ട്? 2. സോ 3 എടുക്കാം. ഇനി 4നോ ഡിവൈഡ് ചെയ്യുമ്പോൾ 0, അത് വേണ്ട. 5നോ 4നോ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്നുണ്ട്. സോ അത് എടുക്കാം. ഇനി 5 കഴിഞ്ഞു 6നോ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ എത്ര കിട്ടുന്നുണ്ട്? 2, അതും എടുക്കാം. ഓക്കെ, 4നെ 7നോ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ എന്ത് കിട്ടുന്നുണ്ട്? 3 കിട്ടുന്നത്. സോ അത് വേണ്ട. 1 or 2 റിമൈൻഡർ മതി. സോ നമുക്കൊരു സീക്വൻസ് കിട്ടി, ഒരു 4 നമ്പർ കിട്ടി. ഓക്കെ, നമ്മളെ സീക്വൻസ് റെഡിയാണ്. ഇനി ചോദിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിച്ച സീക്വൻസ് അരിത്തമാറ്റിക് ആണോ അല്ലയോ നോക്കണം. ഞാൻ 4ന്ന് 5 കുറച്ചാൽ എനിക്ക് എന്ത് കിട്ടും? 6ന്ന് 5 കുറച്ചാൽ എന്ത് കിട്ടും? 1. 5ന്ന് 3 കുറച്ചാൽ 2. 3ന്ന് 1 കുറച്ചാൽ 2. ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ? നോ നോ നോ. എന്താണ്? നോട്ട്. ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ബിക്കോസ് ഇവിടെ 1 കിട്ടുന്നുണ്ട്, പക്ഷെ ഇവിടെ 2ഉം 2ഉം ആണ്. ഇത് മൊത്തത്തിൽ 2 അല്ലെങ്കിൽ മൊത്തത്തിൽ 1 ആണെന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണ്ടേന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. അരിത്തമാറ്റിക് സീക്വൻസ് ആണോ നോക്കണം. എന്ത് ചെയ്താൽ മതി? അവരിടയിലെ കോമൺ ഡിഫറൻസ് സെയിം ആണെന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പം നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? നാച്ചുറൽ നമ്പേഴ്സ് ആരാ? 1, 2, 3, 4, 5, 6 അല്ലേ? അപ്പം 1ന്റെ സ്ക്വയർ എഴുതണം, 2ന്റെ സ്ക്വയർ എഴുതണം, 3ന്റെ സ്ക്വയർ എഴുതണം. ഓക്കെ, സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ എത്ര വരും? 16, 5ന്റെ സ്ക്വയർ എന്ന് വരും 25. ഓക്കെ, നമുക്കൊരു സീക്വൻസ് കിട്ടി. ഇനി നമ്മൾ ചെക്ക് ചെയ്യണം വെദർ ഇവർ അരിത്തമാറ്റിക് ആണോ അല്ലയോ. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 5ന്ന് 16 കുറച്ച് നോക്കണം അല്ലെ? 5ന്ന് 16 കുറക്കുമ്പോൾ, സോറി 5 അല്ലേ 25, 25ന്ന് 16 കുറക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 9 കിട്ടി. ഇനി 16ന്ന് 9 കുറക്കുമ്പോൾ എന്ത് കിട്ടും? 16 - 9 ചെയ്താൽ എന്ത് കിട്ടും? 7 കിട്ടും. 9ന്ന് 5 കുറച്ചാൽ എന്ത് കിട്ടും? സോറി, 9ന്ന് 4 കുറച്ചാൽ എന്ത് കിട്ടും? 5. 4ന്ന് 1 കുറച്ചാൽ 3. നോക്കിയേ, ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ? നോ നോ, ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. എന്താ റീസൺ? ഇവിടെയുള്ള കുറക്കുമ്പോൾ കിട്ടുന്ന ആൾക്കാർ എന്താണ്? ഡിഫറെൻ്റ് ആണ്. ആൾക്കാർ സെയിം ആയാലും മാത്രം നമുക്ക് അത് അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയാൻ പറ്റൂ. സോ ഒന്നാമത്തത് യെസ് ആണ്, രണ്ടാമത്തെ സീക്വൻസും മൂന്നാമത്തെ സീക്വൻസും നോ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് റെസിപ്രോക്കൽ നാച്ചുറൽ നമ്പേഴ്സ്. 1, 2, 3, 4, 5. സോ നമുക്ക് ഇതിന്റെ റെസിപ്രോക്കൽ എങ്ങനെ എഴുതാൻ പറ്റും? അതിന് 1/, ഒക്കെ എഴുതിയാൽ മതി. 1/1. 1/1 എന്ത് തന്നെയാണ്? 1 ആണ്. 1/2, 1/3, 1/4, 1/5. ഓക്കെ, നമുക്കിങ്ങനെ സീക്വൻസ് നമുക്ക് കിട്ടി. ഇനി ഇത് അരിത്തമാറ്റിക് ആണോ അല്ലയോ നോക്കണം. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 1/5 - 1/4 ചെയ്യാം. 1/5 - 1/4. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഇതിനെ 4നോട് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെ 5നോട്. സോ സിമിലർലി മേലെ 5, താഴെ ഏത് നമ്പറിനോടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? സെയിം നമ്പർ മേലെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 4/20 - 5/20. സോ നമുക്കിതിനെ ഒരേ ഡിനോമിനേറ്ററിന് അണ്ടറിൽ എഴുതാം. 4 - 5/20. ദാറ്റ് ഈസ് 4ന്ന് 5 കുറക്കാനാണ് പറഞ്ഞത്. അപ്പോൾ -1/20. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എന്താ കിട്ടുന്നത്? -1/20. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 1/4 - 1/3 ചെയ്യാം. 1/4 - 1/3. നിങ്ങൾ ഒരിക്കലും 1/3 - 1/4 ചെയ്യാൻ പാടില്ലേ. ഇങ്ങോട്ടേക്ക് വരുമ്പം ഈ നമ്പറിൽ നിന്ന് ഈ നമ്പർ കുറക്കണം. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം 1/4 ഇതിനെ കോമൺ നമുക്ക് 4നെ 3നോട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 ആക്കാം. അതേപോലെ 3നെ 4നോട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 ആക്കാം. താഴെ ഏത് നമ്പറിനോടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? മേലെ അതേ നമ്പറിനോട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 4നോട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, മേലെ 4നോട് മൾട്ടിപ്ലൈ ചെയ്തു. 3/12 - 4/12. സോ 3 - 4/12. സോ 3ന്ന് 4 കുറച്ച് -1/12. കണ്ടോ, ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ -1/12 കിട്ടുന്നത്. സോ നമുക്ക് ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മനസ്സിലായി ഇതും ഇതും ഡിഫറെൻ്റ് ആണ്. അതായത്
1/5 1/4 കുറക്കുമ്പോഴും 1/4 1/3 കുറക്കുമ്പോഴും കിട്ടുന്ന ഡിഫറൻസ് ഡിഫറെൻ്റ് ആണ് അല്ലേ? ആൻസർ ഡിഫറെൻ്റ് ആണ്. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ഓക്കെ, എല്ലാ ഡിഫറൻസും ചെയ്ത് നോക്കണമെന്നില്ല. ആദ്യം തന്നെ ഡിഫറൻസ് സെയിം ആവുന്നില്ല എന്ന് കണ്ടാൽ നമുക്ക് ഓക്കെ പറയാം, ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് പവർ ഓഫ് 2. 2ൻ്റെ പവേഴ്സ്. ഓക്കെ, പവേഴ്സ് ഓഫ് 2. സോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം 2ൻ്റെ പവർ 1 കൊടുക്കുക, 2ൻ്റെ പവർ 2 കൊടുക്കുക, 2ൻ്റെ പവർ 3 കൊടുക്കുക, 2ൻ്റെ പവർ 4. ഇത് നമുക്ക് ചെയ്യാം. 2ൻ്റെ പവർ 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 2 × 1 2. 2ൻ്റെ പവർ 2 കൊടുക്കുമ്പോൾ 2നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? എന്ത് കിട്ടും? 4. 2നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8. 2നെ 4 ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 16. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? 2ൻ്റെ പവേഴ്സ് കൊടുക്കുമ്പോൾ ഒരു സീക്വൻസ് കിട്ടിയില്ലേ? 2 4 8 16. ഇനി ഇത് അരിത്തമാറ്റിക് ആണോ നോക്കാം. അപ്പം ആദ്യം എന്ത് ചെയ്താൽ മതി? 16ന്ന് 8 കുറച്ചു, എന്ത് കിട്ടി? 8 കിട്ടി. 8ന്ന് 4 കുറച്ചാൽ എന്താ കിട്ടുക? 4 കിട്ടുക അല്ലേ? 4ന്ന് 2 കുറച്ചാൽ 2. നോക്കിയേ, ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് വരുന്നത് ഡിഫറെൻ്റ് അല്ലേ? 8 4 2. സോ നമുക്കിത് എന്ത് എഴുതാൻ പറ്റും? ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയാൻ പറ്റും. കാരണം എന്താ? താഴെ വരുന്ന ഡിഫറൻസ് സെയിം അല്ല. നോട്ട് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് ഡയറക്റ്റ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മളിപ്പം ചെയ്തതിൽ വെച്ചിട്ട് ഒന്നാമത്തതാണ് നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസ് കിട്ടിയത്. ഇയാൾ അരിത്തമാറ്റിക് അല്ല, ഇയാളും അല്ല, ഇയാളും അല്ല, ഇയാളും അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തം ചെയ്യില്ലേ? ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ് എങ്ങനെ ചെയ്യുക? ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? ഞാൻ ഇത് റബ്ബ് ചെയ്യണേ. ഓഡ് നമ്പേഴ്സിൻ്റെ പകുതി. സോ നമുക്ക് അറിയുന്ന ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാ? 1 3 5 7. ഇത്രയും നമ്പേഴ്സ് എടുത്തു. അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 1/2 3/2 5/2 7/2. ഇതാണ് എന്ത്? ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അത് ഞാൻ 7/2 ന്ന് 5/2 കുറക്കുന്നു. 7/2 മൈനസ് 5/2. ഡിനോമിനേറ്റർ സെയിം ആണ്. നമുക്ക് ഇതിന് ഒരു ഡിനോമിനേറ്ററിന് അണ്ടറിൽ എഴുതാം. 7 മൈനസ് 5 ഈസ് ഈക്വൽ ടു 2/2. 2/2 എന്ന് വെച്ചാൽ എന്താ? 1 ആണ് അല്ലേ? 1. നെക്സ്റ്റ് എന്താണ്? 5/2 മൈനസ് 3/2. സോ 5/2 മൈനസ് 3/2. ദാറ്റ് ഈസ് 5 മൈനസ് 3/2. ദാറ്റ് ഈസ് 2/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ 1. സിമിലർലി ഇതും അതേപോലെ ഫോളോ ചെയ്യും കേട്ടോ. 3/2 മൈനസ് 1/2. ദാറ്റ് ഈസ് 3 മൈനസ് 1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/2 ഈസ് ഈക്വൽ ടു 1. സോ നമുക്കിത് പറയാലോ, താഴെ കിട്ടിയ ഡിഫറൻസ് നമ്മൾ കുറക്കുമ്പോൾ കിട്ടിയത് സെയിം ഡിഫറൻസ് ആണ്. കുറക്കുന്ന ഓർഡർ ശ്രദ്ധിക്കണേ. നമ്മൾ റൈറ്റിന്ന് തൊട്ട് ലെഫ്റ്റിലുള്ള ടേം തന്നെ കുറച്ച് പഠിക്കണം. ഒരിക്കലും ഇങ്ങോട്ടേക്ക് കുറക്കാൻ പാടില്ല. ഇങ്ങോട്ടേക്ക് നമ്മൾ കൂട്ടലാണ് കേട്ടോ. അതായത് ഹാഫിൻ്റെ കൂടെ 1 കൂട്ടിയാലാണ് 3/2 കിട്ടുക. നിങ്ങളത് കൺഫ്യൂഷൻ അടിക്കേണ്ട. നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ നമ്പറിൽ നിന്ന് ഈ നമ്പർ മാത്രമേ കുറക്കാൻ പാടുള്ളൂ. ഓക്കെ, അടുത്തടുത്തുള്ള നമ്പേഴ്സ് മാത്രമേ കുറച്ച് നോക്കാൻ പാടുള്ളൂ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? യെസ്, ഇറ്റ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. സോ 1ഉം 6ഉമാണ് അരിത്തമാറ്റിക് സീക്വൻസ് ആയിട്ട് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ വെറും സീക്വൻസ് ആണ്, അരിത്തമാറ്റിക് അല്ല. ഓക്കെ, ഇത്രത്തോളം അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.